ഉണ്ണിവൈദ്യന് വിഷമിറക്കാൻ യാതൊരു പ്രതിഫലവും നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ ജനങ്ങൾ മറ്റെന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് ഇങ്ങനെ പണം കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരിക്കും. ആര് വന്നാലും അദ്ദേഹം വിഷവൈദ്യം പഠിപ്പിച്ചു കൊടുക്കും. ഈ ഉണ്ണിവൈദ്യൻ്റെ തൊട്ട് തെക്കേതിൽ ഒരു പാവപ്പെട്ട ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവർക്ക് അന്നുള്ള അന്നത്തിന് പോലും നിവൃത്തിയില്ല. അവിടെ വളരെ നിഷ്കളങ്കനായ ഒരു ബാലനുണ്ടായിരുന്നു. അവൻ്റെ പേര് കൊച്ചുരാമൻ എന്നായിരുന്നു. അക്ഷരജ്ഞാനം ഇല്ല, വിഡ്ഢിയുമാണ്. പക്ഷെ ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു, ഞാനും ഒരു വിഷവൈദ്യനായാൽ എനിക്കും ഉണ്ണിവൈദ്യനെ പോലെ ധാരാളം പണം സമ്പാദിക്കാമല്ലോ എന്ന് പാവം അപ്പിഞ്ച് മനസ്സിൽ അങ്ങനെ തോന്നി. അപ്പോൾ ഒരു ദിവസം കൊച്ചുരാമൻ ഈ ഉണ്ണിവൈദ്യന്റെ ശിഷ്യന്മാരെ ചെന്ന് കണ്ടു. എന്നിട്ട് അവരോട് ചോദിച്ചു, എനിക്ക് വിഷവൈദ്യം പഠിക്കണം എന്നുണ്ട്, എന്താണൊരു മാർഗം എന്ന് ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞു, എന്തെങ്കിലും യഥാശക്തി ദക്ഷിണ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മന്ത്രം ഉപദേശിച്ചു തരും. ആ മന്ത്രം ഭക്തിപൂർവ്വം അക്ഷരലക്ഷം ഉരുക്കഴിക്കണം. പിന്നെ ആ മന്ത്രം കൊണ്ട് വെള്ളമോതി കൊടുക്കുക, ഭസ്മം ജപിച്ചിടുക ഒക്കെ ചെയ്താൽ മതി, വിഷം ഇറങ്ങിക്കോളും. അപ്പോൾ കൊച്ചുരാമന് വളരെ സന്തോഷമായി. ഇത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പോഴാണ് ഒരു പ്രശ്നം, ദക്ഷിണ കൊടുക്കണ്ടേ, എന്ത് കൊടുക്കും, വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല. ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ വീടിൻ്റെ മുകളിൽ കുമ്പളം ഇങ്ങനെ പടർന്നു കിടക്കുന്നുണ്ട്. അതിലൊരു 5-6 കായം ഉണ്ടായിട്ടുണ്ട്. ഇത് മതിയല്ലോ. വേഗം ആ കായൊക്കെ പറിച്ചെടുത്ത് നല്ല പോലെ കെട്ടി അങ്ങോട്ട് വെച്ചു. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഈ കെട്ട്, കുമ്പളങ്ങയുടെ കെട്ടും തലയിൽ വെച്ചുകൊണ്ട് നേരെ ഉണ്ണിവൈദ്യൻ്റെ വീട്ടിലേക്ക് ചെന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ണിവൈദ്യൻ ഉണർന്ന് പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ കൊച്ചുരാമൻ ഈ കുമ്പളങ്ങ കെട്ട് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വെച്ചിട്ട് അങ്ങോട്ട് നീണ്ടു നിവർന്ന് അങ്ങോട്ട് നമസ്കരിച്ചു. അപ്പോൾ ഉണ്ണിവൈദ്യൻ വെച്ചു, ഇത്രയും വെളുപ്പാങ്കാലത്തെ ഇവൻ എന്തിനാ വന്നേക്കണേ? അപ്പോൾ ചോദിച്ചു, നീ എന്തിനാ വന്നത് ചോദിച്ചു. അപ്പോൾ കൊച്ചുരാമൻ പറഞ്ഞു, വിഷവൈദ്യം പഠിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. അതിന് വിഡ്ഢി, കൂഷ്മാണ്ഡം എന്തിനാണ് എന്നാണ് ഇദ്ദേഹം ചോദിച്ചത്. കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ. വിഡ്ഢി, കൂഷ്മാണ്ഡം എന്തിനാണ് എന്ന്. അപ്പോൾ കൊച്ചുരാമൻ്റെ ഈ ധൃതിയും വിഷവൈദ്യം പഠിക്കാനുള്ള ആവേശമൊക്കെ കാരണം അവൻ ആ ഉണ്ണിവൈദ്യം പറഞ്ഞ മുഴുവൻ അങ്ങോട്ട് കേട്ടില്ല. അവൻ ഈ വിഡ്ഢി, കൂഷ്മാണ്ഡം എന്നുള്ള 2 വാക്കുകൾ മാത്രമേ അവൻ്റെ മനസ്സിൽ അങ്ങോട്ട് പതിഞ്ഞുള്ളൂ. അവൻ വേഗം ഒന്നും കൂടെ നമസ്കരിച്ചു, ഒരക്ഷരം മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ ഉണ്ണിവൈദ്യനാണ് അന്താളിച്ച് പോയത്. എന്താ ഇവൻ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയത്? ഇനി ഈ വെളുപ്പാങ്കാലത്ത് തന്നെ ഞാൻ വിഡ്ഢി എന്ന് വിളിച്ചുകൊണ്ടായിരിക്കുമോ എന്ന് അദ്ദേഹവും വിചാരിച്ചു. കൊച്ചുരാമൻ നേരെ വീട്ടിൽ ചെന്നു, കുളിയൊക്കെ കഴിച്ചു, ഒരു വിളക്ക് അങ്ങോട്ട് കൊളുത്തി വെച്ചു. എന്നിട്ട് ഈ മന്ത്രം, വിഡ്ഢി കൂഷ്മാണ്ഡം എന്നുള്ള മന്ത്രം അങ്ങോട്ട് ജപിക്കാൻ തുടങ്ങി. അത് 1,00,000 തവണ ഉരുക്കഴിച്ച് അങ്ങോട്ട് തീർത്തു. അതോടുകൂടി താൻ നല്ലൊരു വിഷവൈദ്യനായി തീർന്നു എന്ന് ദൃഢമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്തു.